നമസ്കാരം, ദൃശ്യ കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ സരസമ്മ ടീച്ചർ. മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട ട്രാവലറിന് പകരം പുതിയ ട്രാവലർ സമ്മാനിച്ച സുഹൃത്തുക്കൾ. വിശക്കുന്ന വയറിന് ആഹാരവും വിശക്കുന്ന മനസ്സിന് അക്ഷരവും നൽകുന്ന ചങ്ങനാശ്ശേരിയിലെ അഞ്ചപ്പം. അഭ്യാസികളായ പ്രവിത്താനം സെൻറ് മൈക്കിൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഇതൊക്കെയാണ് ദൃശ്യ കാഴ്ചയുടെ എപ്പിസോഡിൽ. കാണാം ദൃശ്യ കാഴ്ച. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിലേറെ കാലമായി മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് സരസമ്മ ടീച്ചർ. സരസമ്മ ടീച്ചർ കാവ്യകേളിയിലും കാവ്യാലാപനത്തിലും വിദ്യാർത്ഥികൾക്ക് പരിശീലനവും നൽകുന്നുണ്ട്. അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ, 4 മാസത്തിൻ മുൻപിലേറെ നാൾ കൊതിച്ചിട്ട് ഈ ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ. കാവ്യകേളി, കാവ്യാലാപനം എന്നിവ കുട്ടികളെയും മുതിർന്നവരെയും പരിശീലിപ്പിക്കുന്നുണ്ട്. 1979 മുതൽ ഭാഷാപ്രവർത്തന പരിശീലനങ്ങൾ തുടങ്ങി. അധ്യാപന ജോലിയിൽ നിന്ന് പെൻഷനായതിനു ശേഷം പ്രവർത്തനങ്ങൾ വിപുലമാക്കി. സാങ്കേതിക അറിവുകളിൽ പ്രായോഗിക പരിശീലനം സ്വയം ആർജിച്ചതോടെ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമാക്കി. കവിതാരാമം യൂട്യൂബ് ചാനൽ മത്സരങ്ങൾക്കും മറ്റവതരണങ്ങൾക്കും കവിതകൾ തേടുന്നവർക്കൊരു സഹായമെന്ന ഉദ്ദേശത്തോടെ 2018 തുടങ്ങി. 1,00,000 പേർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതോടെ സിൽവർ പ്ലേ ബട്ടൺ അംഗീകാരം ലഭിച്ചു. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 1.26 ലക്ഷം കവിഞ്ഞിരിക്കുകയാണ്. 800-ലധികം കവിതകൾ എഡിറ്റ് ചെയ്ത് ചാനലിലെത്തിച്ചു. അപ്പം ഞാൻ വീട്ടിലിരുത്തിയാണ് കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത്. 15 കുട്ടികൾ വരെ വീട്ടിലിരുത്തി പരിശീലിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടുതലായി, നമ്മുടെ വീട്ടിൽ കൊള്ളാണ്ടായി, നമ്മൾ മേടിച്ചിട്ടിരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഇല്ലാണ്ടായി. എപ്പോഴാണ് എൻ്റെ മകൻ എന്നോട് പറയുന്നുണ്ട്, അമ്മേ ഈ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മ ഇത്രമാത്രം പാട് കഴിക്കുമ്പോൾ അതൊരു 100 കുട്ടികൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ, ഒരു 100 കുട്ടികൾക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികൾക്കോ പ്രയോജനപ്പെടുകയാണെങ്കിൽ അതല്ലേ നല്ല കാര്യം. ചിലപ്പോൾ ഒരു കുട്ടിയൊക്കെ വന്ന് കവിത പഠിച്ച് പോകുമ്പോഴും അവനത് എന്നോട് പറഞ്ഞു തുടങ്ങി, അമ്മ ഇത്രയും ബുദ്ധിമുട്ടുമ്പം അതിനെന്നാടാ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു ചാനൽ തുടങ്ങാം എന്ന് പറഞ്ഞു. എനിക്കത് എളുപ്പമുള്ള കാര്യമായിട്ട് തോന്നിയില്ല. അപ്പോൾ അതിനുള്ള വിദ്യകളെല്ലാം പറഞ്ഞു തരാമെന്നും പറഞ്ഞ് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു തരികയും ഒരുവിധമുള്ള വിദ്യകളെല്ലാം അവൻ പഠിപ്പിക്കുകയും അപ്ലോഡ് ചെയ്യാനായിട്ട് ആങ്ങളയുടെ മോൻ തയ്യാറാവുകയും ഫയലൊക്കെ ചെയ്തു തരാനായിട്ട് ബ്രദർ തന്നെ ചെയ്തു തരുമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കാണ് ഇതിലേക്ക് വരാനായിട്ട് സാധിച്ചത്. ഇതൊരു വലിയ വിജയം തന്നെയാണ്. അതുപോലെ തന്നെ കളരികളും ഇങ്ങനെ ഈ പുതിയ രീതിയിലുള്ള കളരികളാക്കി. അത് വളരെ സൗകര്യപ്രദമാണ്. നമുക്ക് ആദ്യമൊക്കെ അതിനെക്കുറിച്ചൊരു വിശ്വാസമില്ലായിരുന്നു, ഇത് വേണ്ടത്ര നന്നാവില്ല എന്ന് തന്നെയാണ് ഓർത്തത്. പക്ഷേ ഒരേ സമയത്ത് വളരെയധികം കുട്ടികൾക്ക് ഒന്നിച്ച് പരിശീലനം, കുട്ടികൾ താല്പര്യം ഉള്ളവരായിരിക്കും, കുട്ടികളുടെ രക്ഷാകർത്താക്കളുടെയും താല്പര്യം പോലെയാണ് അത്. ഏതായാലും ഞങ്ങളുടെ ഈ പറയുന്ന 4 കളരിയിലുള്ള ആളുകൾക്ക് അതിന് വളരെ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഭംഗിയായിട്ട് തന്നെ ഈ ഓൺലൈൻ പുതിയ രീതിയിലുള്ള മാധ്യമങ്ങളിലൂടെയുള്ള പഠനം നടക്കുന്നുണ്ട്. അത് നമ്മൾ കോവിഡ് കാലത്തൊക്കെ അറിഞ്ഞതാണല്ലോ. വിദ്യാഭ്യാസം പോലും അങ്ങനെ നടന്നു. പഠിക്കാനുള്ള കുട്ടികൾ പഠിക്കും, അല്ലാത്തവർക്ക് അത് പ്രയോജനപ്പെടില്ലായിരിക്കും എങ്കിലും. പക്ഷേ എൻ്റെ കളരികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയം തന്നെയാണ്. ഒരു 1000 കാവ്യകേളി ഈ പദ്യഖണ്ഡങ്ങൾ വരെ പഠിച്ചിട്ടുള്ള കുട്ടികൾ ഞങ്ങളുടെ കളരിയിലുണ്ട്. തുടക്കക്കാരുടെയാണ് കാകളി എന്ന് പറയുന്ന ഇത്. കുറച്ചുകൂടി പഠിച്ചവരുടെ മഞ്ചരി, അതിലും കുറച്ചുകൂടെ പഠിച്ചവരുടെയാണ് പിന്നെ തരംകിണി, പിന്നെ മുതിർന്നവരുടെയാണ് വസന്തതിലകം എന്ന് പറയുന്ന ഗ്രൂപ്പ്. എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഈ പുതിയ. കൂത്താട്ടുകുളം മുത്തോലപുരം കൂരാപ്പള്ളിയിലാണ് ജനനം. പാലക്കുഴ, അറൂർ തുടങ്ങിയ വിദ്യാലയങ്ങളിൽ അധ്യാപികയായിരുന്നു. ഇടപ്പള്ളിയിലാണ് ഇപ്പോൾ താമസം. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടീച്ചറെ ആദരിക്കും. പഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പൂ, പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പൂ, പ്രപഞ്ചമസ്മദ്വചനാമ്രേടന പണ്ഡിതമാം കീരം, പ്രപഞ്ചമസ്മദ്ഭാവവിഡംബന പാടവമാർന്ന നടൻ. കഴിഞ്ഞ ദിവസമുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഇടുക്കി കൂട്ടാർ സ്വദേശിയായ റെജിൻ്റെ ട്രാവലർ വെള്ളത്തിലൊഴുകിപ്പോയി. ഇതറിഞ്ഞ കൂട്ടുകാർ ഒന്നും നോക്കിയില്ല, പുതിയൊരു ട്രാവലർ തന്നെ റെജിന് വാങ്ങി നൽകി. ഒക്ടോബർ 18 കനത്ത മഴയിലുണ്ടായ വെള്ളപ്പാച്ചിലിൽ ഇടുക്കി കൂട്ടാർ സ്വദേശി കേളന്തറയിൽ ബി റെജിമോന്റെ ട്രാവലർ ഒഴുക്കിൽപ്പെട്ടു പോകുന്ന ദൃശ്യം
പത്ര ദൃശ്യമാധ്യമങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഒലിച്ചുപോകുന്ന ട്രാവലറിന്റെ വീഡിയോ വേദനിപ്പിക്കുന്നതായിരുന്നു. കുത്തൊഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകുന്ന വാഹനത്തിന് നിസ്സഹായതയോടെ കണ്ടിരിക്കുന്നവരെയും വീഡിയോയിൽ കാണാമായിരുന്നു. പിന്നീട് വാഹനം കണ്ടെത്തുമ്പോൾ കുറച്ച് തകിട് കഷ്ണങ്ങളും ഇരുമ്പ് കഷ്ണങ്ങളും മാത്രമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇപ്പോഴിതാ വാഹനം നഷ്ടപ്പെട്ടതോടെ പ്രതിസന്ധിയിലായ റെജിമോന് താങ്ങാവുകയാണ് സുഹൃത്തുക്കൾ. വിനായക് എന്നു പേരുണ്ടായിരുന്ന ട്രാവലറിന് പകരം അതേ പേരിട്ട് മറ്റൊരു ട്രാവലർ സുഹൃത്തുക്കൾ സമ്മാനിച്ചു. വാഹനം ഒലിച്ചുപോയ കൂട്ടാർ പാലത്തിന് സമീപത്തു നിന്ന് തന്നെയാണ് ഈ വാഹനത്തിന്റെ താക്കോൽ റെജിമോൻ ഏറ്റുവാങ്ങിയത്. റെജിമോന്റെ സുഹൃത്തുക്കളും ബംഗളൂരുവിൽ IT ജീവനക്കാരുമായ കണ്ണൂർ സ്വദേശികളാണ് വാഹനം വാങ്ങി നൽകിയത്. ഇവർക്ക് നാട്ടിലെത്താൻ സാധിക്കാത്തതിനാൽ സുഹൃത്തുക്കളെ താക്കോൽ കൈമാറാൻ ഏൽപ്പിക്കുകയായിരുന്നു. ഒഴുകിപ്പോയ വാഹനം 17 സീറ്റായിരുന്നു. എന്നാൽ സുഹൃത്തുക്കൾ സമ്മാനിച്ചത് 19 സീറ്റുള്ള ട്രാവലറാണ്. ഡ്രൈവറായി എത്തിയുള്ള പരിചയമാണ് ഇവരുമായെന്നും അത് പിന്നീട് വളരുകയായിരുന്നുവെന്നും കടപ്പാട് അറിയിച്ചുകൊണ്ട് റെജിമോൻ പറയുന്നു. പഠനത്തോടൊപ്പം കളരിപ്പയറ്റിലും മികവ് പുലർത്തുകയാണ് പ്രവിത്താനം സെന്റ് മൈക്കിൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ. കാണാം പ്രവിത്താനം സെന്റ് മൈക്കിൾ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കളരിപ്പയറ്റ് അഭ്യാസം. പ്രവിത്താനം സെന്റ് മൈക്കിൾ സ്കൂളിലെ കുറച്ച് അഭ്യാസികൾക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ഈ സ്കൂളിലെ തന്നെ കളരി അഭ്യാസികളാണ്. കളരിപ്പയറ്റ് വിദഗ്ധമായിട്ട് പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ്. ഇന്ന് അവരുടെ ഒരു കളരിപ്പയറ്റിന് പ്രദർശനമുണ്ടായിരുന്നു കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച്. അവരുടെ ഗുരുക്കളായിട്ടുള്ള VS സുരേഷ് സാറ് ഗുരുക്കളാണ് എന്നോടൊപ്പം ചേരുന്നത്. ഒപ്പം തന്നെ ഈ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിനികളുണ്ട്, കൊച്ചുകുട്ടികൾ മുതൽ ഉണ്ട് കേട്ടോ അഭ്യാസികൾ. പേരെങ്ങനെയാണ്? നമുക്ക് ഇവരെ ഒന്ന് ആദ്യം പരിചയപ്പെട്ടേക്കാം. പേര് ഓരോരുത്തരെയും. പേരെങ്ങനെയാണ്? ഏഞ്ചൽ മരിയ സജോ, നേഹ ആൻസോൺ, അലീന സജോ, നിയ എലിസബത്ത്, നിഹാ സോണി, അഭിനന്ദ് CS, അതുൽ സാജൻ, ജോസഫ് ഡോണി, വൈശാഖ S, ആയുഷ് റജി, ഫ്രാൻസിസ് ഡോണി. എന്തുകൊണ്ടാണ് കളരിപ്പയറ്റ് പഠിക്കണമെന്ന് തോന്നിയേ? ഇടിച്ചിടാനാ? അഭ്യാസം ഇഷ്ടമാണ്? ഓക്കെ. മോള് എനിക്ക് ഒന്ന് വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും. എന്തുകൊണ്ടാണ് കളരിപ്പയറ്റിലേക്ക്? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കെതിരെ നമുക്ക് പോരാടാനൊരു ധൈര്യം വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ ഗുരുക്കളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. എത്ര നാളായി ഗുരുക്കൾ ഈ ഫീൽഡിൽ? ഞാൻ 40 വർഷമായിട്ട് കളരിപ്പയറ്റ് ഫീൽഡിലുണ്ട്. പരിശീലനം നൽകുന്നുണ്ടല്ലേ? പരിശീലനം നടക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം എത്രത്തോളം ആൾക്കാർക്ക് ഇത് പരിശീലനം കൊടുത്തിട്ടുണ്ടാവും? അപ്പോൾ ഒരു 10,000 പേരുടെ അടുത്ത് പരിശീലനം കൊടുത്തിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ സ്കൂളുമായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്യുന്നത്? സ്കൂളുമായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കളരിയാണ്. അപ്പോൾ ആ കളരി ഗുരുനാഥൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ പരിശീലിപ്പിക്കാനായിട്ട് എന്നോട് കമ്മിറ്റി ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ മാതൃ കളരി ആയതുകൊണ്ട് ഞാൻ അവിടെ വന്നു. അപ്പോൾ ആ കളരി പഠിക്കുന്ന കുട്ടികളാണ് ഈ വിദ്യാർത്ഥികൾ. എങ്ങനെയുണ്ട് കളരിപ്പയറ്റ്? കൊള്ളാം, നല്ലതാണ്. മനസ്സന്തോഷമുണ്ടല്ലേ? ഏറ്റവും നന്നായിട്ട് ഇതിനകത്ത് അഭ്യസിക്കുന്നവരാ? എല്ലാവരും നല്ലതാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. എന്തുകൊണ്ടാണ് കളരിപ്പയറ്റിലേക്ക് വന്നേ? പഠിക്കണം തോന്നി. ഓക്കെ. ശരീരവും മനസ്സും ഒക്കെ ഒരുപോലെ വഴങ്ങി കിട്ടും അല്ലേ? ഓക്കെ. ഇപ്പം നമ്മുടെ കളരി എവിടെയാണുള്ളത്? മീനച്ചിൽ കുമ്പാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് മീനച്ചി കാവിനോട് ചേർന്ന് എൻ്റെ വീട്ടിൽ തന്നെ ഒരു കളരിയുണ്ട്. അവിടെയാണ് ചിന്ന വൈദ്യശാലയുണ്ട്, കളരി ചികിത്സ ചെയ്യുന്നുണ്ട്. എത്ര വയസ്സ് മുതൽ കളരിയിൽ വരാം? 8 വയസ്സ് മുതൽ കുട്ടികൾക്ക് പരിശീലിക്കാം. 8 വയസ്സാണ് അതിന് നല്ലൊരു പ്രായം. അതിൽ താഴെയാകുമ്പം കുട്ടികളുടെ ഒരു കുട്ടിത്വം അവരുടെ കളിച്ച് നടക്കേണ്ട ഒരു പ്രായമാണല്ലോ. നല്ലത് ഒരു 8 വയസ്സാണ്. ഇതിനെ മറ്റുള്ളവർ കാണുന്ന ഇടിച്ചിടാൻ മാത്രമുള്ള ഒരു കലയായിട്ട് ചിലർ കാണുന്നുണ്ട്. അതിനോടുള്ള ഒരു അഭിപ്രായം? കളരിപ്പയറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കായിക വിനോദമാണല്ലോ. അതിനകത്തൊരു ആരോഗ്യ സംരക്ഷണ പദ്ധതിയുണ്ട്. ഈ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഇതിപ്പോൾ വിദേശ സഞ്ചാരികളൊക്കെ വന്നപ്പോൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ തനത് ഒരു കലാരൂപത്തിനകത്ത് എണ്ണ തേച്ച് രാവിലെ വ്യായാമം ചെയ്ത് ശരീരത്തെ ആരോഗ്യപരമായിട്ട് സംരക്ഷിക്കുന്ന ഒരു ജനസമൂഹം കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് ആരോഗ്യ സംരക്ഷണമാണ് ഏറ്റവും വലിയ നമ്മുടെ സമ്പത്തെന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്. ആരോഗ്യം ഉണ്ടെങ്കിലേ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നേടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആരോഗ്യ സംരക്ഷണം, പിന്നെ നമുക്ക് ഏത് കാര്യം ചെയ്യാനും ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല ശരിക്കും. അത് നമ്മൾ ഫോഴ്സിലോട്ട് മറ്റ് യുദ്ധ മേഖലയിലൊക്കെ ഉള്ളൂ. അല്ലാതെ നമുക്ക് പറ്റും നമ്മുടെ സമൂഹത്തിൽ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും
സന്തോഷത്തോടു കൂടി ധൈര്യത്തോടു കൂടി നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് തരും. അതാണ് എനിക്ക് ഈ കളരിപ്പയറ്റിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു സംഭവം. ഇവിടുത്തെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒരു കളരിപ്പയറ്റുണ്ടായിരുന്നു. വളരെ ഗംഭീരമായിട്ടാണ് നടത്തിയത്. മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകുന്ന കായിക വിനോദം തന്നെയാണ്, ഒപ്പം തന്നെ ആരോഗ്യ സംരക്ഷണവും. വിശക്കുന്ന വയറിന് ആഹാരവും വിശക്കുന്ന മനസ്സിന് അക്ഷരവും നൽകുന്ന ഇടമാണ് ചങ്ങനാശ്ശേരിയിലെ അഞ്ചപ്പം. അഞ്ചപ്പം അങ്ങനെ 8ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പണമില്ലെങ്കിലും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങാം. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുത്തൻ പാഠങ്ങൾ രചിച്ചുകൊണ്ട് മുന്നേറുന്ന ചങ്ങനാശ്ശേരി അഞ്ചപ്പം 7 ആണ്ട് പിന്നിടുകയാണ്. 8ാം ആണ്ടിൻ്റെ പകുതിയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ദൃശ്യ കാഴ്ച ഇവിടെ സമാപിക്കുന്നു. പുതിയ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.